ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതുമയാർന്ന സാധനം ക്യാരറ്റ് സേമിയ കൊണ്ട് നമ്മളിന്ന് പുട്ട് പുഴുങ്ങാൻ പോവുകയാണ്. ഇത് ഖാദി വ്യവസായ യൂണിറ്റിൻ്റെ ഉൽപ്പന്നമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഫുഡായിരിക്കും ഇത്. ഇതുകൊണ്ട് നമ്മളിന്ന് പുട്ട് പുഴുങ്ങാനാണ് പോകുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലൊന്നുമല്ല, സാധാരണ നമ്മൾ പുട്ട് പുഴുങ്ങുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിനാവശ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് സേമിയ നമ്മളെടുത്തിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് അത് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വയ്ക്കുക. നേരത്തെ വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെക്കുന്നില്ല, 1 മിനിറ്റ് നേരത്തേക്ക് മതി. 1 മിനിറ്റ് നേരത്തേക്ക് നമ്മളതൊന്ന് കുതിർത്ത് വയ്ക്കുക. കുതിർത്ത് വെച്ചതിന് ശേഷം അത് നമ്മൾ കോരിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുക്കുക. തേങ്ങയും ചിരണ്ടി മാറ്റി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വെള്ളം വാർന്നെടുക്കാം. ഇതുപോലെ നമ്മൾ വെള്ളം അതിൻ്റെ വാർന്ന് കളയുക. ഓക്കെ, ഇപ്പം നമ്മുടെ പുട്ടിനാവശ്യമായിട്ടുള്ള സേമിയ റെഡി ആയിട്ടുണ്ട്. പുട്ടുകൂടം വെള്ളം ഒഴിച്ചെടുപ്പ് വെച്ചിട്ട് നമ്മൾ പുട്ടുകുറ്റിയും കൂടെ വെച്ച് അതിനകത്തുള്ള ആവി കയറാനായിട്ട് വിടുക. ആവി കയറിയതിന് ശേഷം നമ്മൾ ഈ കുറ്റിക്കകത്തേക്ക് നമ്മൾ പുട്ടിനാവശ്യമായിട്ടുള്ള മിശ്രിതം ഇടുകയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചൂടായ പുട്ടുകുറ്റിക്കകത്തേക്ക് ചരിച്ചിലിട്ടതിന് ശേഷം തേങ്ങാപ്പീര വാരിയിടുക. തേങ്ങാപ്പീര നന്നായിട്ടിടണം. തേങ്ങാപ്പീര നല്ല വൃത്തിയായിട്ടിടണം. ഒരു 2 പിടി തേങ്ങാപ്പീരെങ്കിലും ഇട്ടിടുക. ഇനി ഇത് നമ്മൾ കുറ്റിക്കകത്തേക്ക് വാരിയിടുക. കുറച്ച് തേങ്ങാപ്പീര ഇടയ്ക്കിട്ട് കൊടുക്കുക. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പീര ഇടുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം. ഇനി നമ്മളുടെ കുറ്റി അതിൻ്റെ അടപ്പ് വെച്ച് മൂടിയിട്ട് നമുക്ക് ഇത് ആവി കയറ്റാൻ വെക്കാം. നമ്മളുടെ പുട്ട് ആവി കയറി വെന്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് പതുക്കെ അതെടുത്തിട്ട് കുത്തിയെടുക്കും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് സേമിയ പുട്ട് റെഡി. കാണുന്ന ആ ഭംഗി പോലെ തന്നെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു.